എന്റെ അച്ഛനൊന്നും ചെയ്യല്ലേ. അങ്ങനെ ഉത്സവത്തലേന്ന് അയ്യപ്പനെ അവർ അമ്പലക്കുളത്തിൽ ശ്വാസം മുട്ടിച്ചു കൊന്നു. അയ്യപ്പനോ? അതാരാ? മനസ്സിലാവുന്ന രീതിയിൽ ആദ്യം മുതലേ പറയച്ചാ. എന്നാ കേട്ടോ. അച്ചാച്ചൊരു പാട്ട് പാടി തരാട്ടാ. പച്ചക്കറിക്കറി പെണ്ണ് നിന്റെ അശു. ആ നമ്മുടെ പാക്കുട്ടി വീണിട്ടാ. വോട്ടൂടെ നിക്കിട്ടാ നിക്കിട്ടാ. അച്ചാച്ചനെ ഇച്ചിച്ച് ഒഴിച്ചിട്ട് വരാട്ടാ. ഇവിടെ നിന്നട്ടാ. നിന്നെയൊക്കെ നേരാക്കാൻ ഇവിടെ ആർക്കാ നേരം? മോളെ, അന്റെ അമ്മയുടെ അടുത്ത് നിന്ന് അച്ചാച്ചന് നല്ല ചീത്ത ഉറപ്പാ. മോളെ അമ്പലത്തിൽ കൊണ്ടാണെന്ന് അമ്മ പറഞ്ഞതാ. പണ്ടെങ്ങോ നടന്നൊരു കാര്യത്തിന്റെ പേരും പറഞ്ഞ് അമ്മക്ക് എപ്പോഴും പുറത്തിറങ്ങാൻ പേടിയാ. അച്ചാച്ച മോളില്ലാതെ എങ്ങോട്ടേലും പോവോ? അപ്പൊ മോള് വേണം അമ്മയോട് പറഞ്ഞ് മനസ്സാക്കി കൊടുക്കാൻ. മോളെ 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 മോളെ. അയ്യോ എന്റെ മക്കളൊന്നും ചെയ്യല്ലേ തമ്പ്ര. നിന്റെ മക്കളെ കിടന്ന് പെടയുന്ന കാണണോ നിനക്ക്? തമ്പ്ര വാസുടാ, ഭദ്രേ, നീയാണ് എന്റെ മോളെ കൊണ്ടുപോയിക്കിടുന്ന എനിക്കറിയാം. എനിക്ക് വേണ്ടത് എന്നെ എന്റെ മോളെ കൊണ്ടാ. ഓം ഹ്രീം ഫട് സ്വാഹ. 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 അമ്മേ, ഭക്തരുടെ ആവരാതി നീ കേൾക്കുന്നില്ലേ? നീയല്ലേ അവർക്ക് തുണ. കഴിഞ്ഞതെല്ലാം മറന്ന് നീ അവരെ അനുഗ്രഹിച്ചാലും നിന്റെ തീരാത്ത രക്തദാഹ മോഹത്തിന് അറുതി വരുത്താൻ നിന്റെ മക്കളുണ്ട് കൂടെ. അമ്മേ, അമ്മേ ഭദ്രകാളി, അമ്മേ ഭദ്രകാളി, അമ്മേ ദേവി, അമ്മേ ഭദ്രകാളി. നിന്നെ കൂട്ടുവാൻ നിന്റെ മക്കൾ വന്നെത്തി. അവരുടെ ദക്ഷിണ സ്വീകരിച്ചാലും അവരെ അനുഗ്രഹിച്ചാലും ഭാർഗവ, സമയമായി.
കാർമേഘങ്ങൾ പൂർണ്ണചന്ദ്രനെ മറയുന്നതിന് മുമ്പേ മക്കൾക്ക് മോക്ഷം നൽകാൻ ഈ പിഞ്ചോമനയുടെ ചുടുരക്തം അമ്മയ്ക്ക് ദക്ഷിണയും നൽകൂ. ഓം ഹ്രീം സ്വാഹ. കാളിയമ്മേ, ഞങ്ങളുടെ പ്രസാദം സ്വീകരിച്ചാലും. എത്ര ഉണ്ട്? പറഞ്ഞതൊക്കെ ഉണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചുപോക്ക്. നെല്ലിമംഗലം. ആ ഗ്രാമവും അവിടുത്തെ നാട്ടുകാരുമൊക്കെ ഇപ്പോഴും മായാത്ത ഓർമ്മകളാണ്. അച്ഛൻ്റെ കൈപിടിച്ച് ആ തറവാട് വിട്ടിറങ്ങുമ്പോൾ ഒരു വിങ്ങലോടെ ആ പൂമുഖത്ത് കാത്തു നിന്ന മുത്തശ്ശിയുടെ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ട്. മുത്തശ്ശിയുടെ മടിയിൽ കിടന്നു കേട്ട കഥകളും ഓർമ്മയുണ്ട്. ആ കൂട്ടത്തിൽ എൻ്റെ മനസ്സ് ഇപ്പോഴും പിന്തുടരുന്ന ഒരു കഥയും ഒരു കഥാപാത്രവുമുണ്ട്. എന്തുകൊണ്ടോ മുത്തശ്ശി മുഴുവനായും പറയാതെ പറഞ്ഞ കഥ. കുട്ടിക്കാലത്ത് എൻ്റെ പപ്പയുടെ മനസ്സ് കവർന്നെടുത്ത ഒരു സുന്ദരി, നാഗദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഭദ്ര. ഈ തിരിച്ചുപോക്ക് പപ്പയും ഞാനും ആഗ്രഹിച്ചിരുന്നതാണ്. നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന നെല്ലിമംഗലത്തേക്ക് ഇനി ഒരു രാത്രി ദൂരം മാത്രം. ആ പാപ്പാ. മോളെ, ഉറങ്ങിയില്ലേ നീ ഇതുവരെ? ഇല്ല അപ്പാ, ഉറക്കം വരുന്നില്ല. ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലേ. ഓക്കെ മോളെ, ഞാനും കണ്ണന് നിന്നെ നാളെ വന്ന് പിക്ക് ചെയ്തോളാം. ഓക്കെ? ഓക്കെ അപ്പാ. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ഓക്കെ, ഗുഡ് നൈറ്റ്. കണ്ണാ, നിനക്ക് പേടിയാവുന്നുണ്ടോ? പേടിക്കണ്ട, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ ഞങ്ങളുടെ ലോകത്തേക്ക്. നീ വാ. ഇതിപ്പോ സ്ഥിരമായല്ലോ ശങ്കരേട്ടാ. മക്കളോട് വരാൻ പറയാൻ പാടില്ലായിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് മനസ്സ് പറയുന്നു. മനസ്സിലൊന്നും ആലോചിച്ച് കൂട്ടണ്ട. ഞാൻ എത്ര കാലമായി മക്കളോടൊന്ന് വരാൻ പറഞ്ഞിട്ട്. ശങ്കരേട്ടൻ തന്നെയല്ലേ അവരോട് വരണ്ടെന്ന് പറഞ്ഞത്. എനിക്കും ആഗ്രഹമില്ലേ മക്കളെ കാണാൻ. ലക്ഷ്മി, ഞാൻ അവരുടെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്. നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഗ്രാമത്തിൽ. അതൊന്നും സാരമില്ല. സമാധാനമായിട്ട് ഉറങ്ങും. മക്കൾക്കൊന്നും സംഭവിക്കില്ല. ശങ്കരേട്ടൻ കടന്നോളൂ, ഞാനും കിടക്കുക. ഓ നാരായണ. ചായ കുടിക്കാം. അല്ല സന്തോഷേട്ടാ, ഇപ്രാവശ്യത്തെ പൂജാകർമ്മങ്ങളൊക്കെ സന്തോഷപൂർവ്വം നടക്കും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതിനാണല്ലോ ശ്രീധരേട്ടനും ശങ്കരേട്ടനും ഒക്കെ കഴിഞ്ഞ 15 വർഷമായിട്ട് പരിശ്രമിക്കുന്നത്. 3 തവണയും പരാജയപ്പെട്ടു. പക്ഷെ ഇത്തവണ ശ്രീധരേട്ടൻ നടത്തിയിരിക്കും. എനിക്ക് പ്രതീക്ഷയില്ല. എല്ലാ വർഷവും നടന്നിരുന്ന പൂജാകർമ്മങ്ങളൊക്കെ 5 വർഷത്തിലൊരിക്കലാണെങ്കിൽ വിശ്വട്ടൻ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ട്. ചേട്ടാ, ഒരു ലോട്ടറി എടുക്കാം ചേട്ടാ. വേണ്ട വേണ്ട.
ചേട്ടാ ഒരു ലോട്ടറി എടുക്കുക ചേട്ടാ, ഒരെണ്ണം. വാ ഇരിക്കേ. സുനിൽ എന്തായി പോയിട്ട്? അതെന്റെ കൊച്ചല്ലടാ. നീ വിഷമിക്കാതെ, ദൈവം നമുക്ക് കാണിച്ചു തരും. ദൈവമോ? വീടിന്റെ വരാന്തയിൽ കളിച്ചിരുന്ന കൊച്ചാ. അച്ഛാ, അമ്പിളിമാമനെ നോക്കിയേ, നല്ല രസമുണ്ട്, ബലൂണ് പോലെ. നാളെ പൂരത്തിന് പോകുമ്പോ അച്ഛൻ മോൾക്ക് ബലൂൺ എല്ലാം വാങ്ങിച്ചു തരാം. ഒന്നും ഇവിടെ വരൂ, കുട്ടിക്ക് ഈ പാലൊന്ന് കൊടുത്തേ. മോളോട് ഇരിക്കേ, അച്ഛൻ മോൾക്ക് പാലെടുത്തിട്ട് വരാം. ലച്ചു, ലച്ചു, ഈ പെണ്ണെവിടെ? ലച്ചു, മോളെ ലച്ചു, മോളെ ലച്ചു, 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 എവിടെ പോയി എന്റെ കുട്ടി? മോളെ ലച്ചു. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ എന്റെ കൊച്ചിനെ കൊണ്ടുപോയവൻ, അവൻ ഏതവനായാലും വെള്ളം കിട്ടാതെ ചാവുവൻ. നമസ്കാരം പ്രിയ വയലും വീടും. സുനിലെ, നീ വിഷമിച്ചിട്ട് എന്താ കാര്യം? കുട്ടിയെ ശ്രദ്ധിക്കാത്തത് നിങ്ങളുടെ തെറ്റ്. ശ്രീധരേട്ടാ, ഒരു 10 മിനിറ്റ്, ഞാനങ്ങെത്തി. ഒരു വാർഡ് മെമ്പറായും ഉത്സവ കമ്മിറ്റിയിലെ അംഗമായും ഞാൻ അവിടെ ഉണ്ടാവും. ആ ഓക്കെ, ശരി എന്നാ. ഈ ശ്രീധരേട്ടന് എന്തിനും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ എന്താ ചെയ്യാ? ഒരു വാർഡ് മെമ്പറെ തിരക്ക് പുള്ളിക്ക് അറിയില്ലല്ലോ. സന്തോഷേട്ടാ, ഒരു സ്പെഷ്യൽ ടീ. സന്തോഷേട്ടാ, ഒരു ടിക്കറ്റ് പോലും വിറ്റുപോയിട്ടില്ല. ഞാനമ്മ ഇന്നലെ മുതൽ പട്ടിണിയാ. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും പാഴ്സലാക്കി തരുമോ? ഞാൻ ഈ ലോട്ടറി വിറ്റിട്ട് പൈസ തരാം. എടാ കൊച്ചനെ, ഇതുപോലെ പലതും പറഞ്ഞിട്ട് നിന്റെ അമ്മ എൻ്റെ അടുത്ത് 1200 രൂപ മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. ആദ്യം അത് തന്നു തീർക്കെ, എന്നിട്ടാകാം ഹോൾസെലിനെ കുറിച്ച്. കൊടുക്ക് സന്തോഷേട്ടാ, അവൻ വിറ്റിട്ട് തരാന്ന് പറഞ്ഞതല്ലേ. ഞാൻ പുണ്യം കിട്ടാനടാ തുറന്നു വെച്ചേക്കുന്നത്. നീ കഴിച്ച സാധനത്തിന് പൈസ തന്നേച്ചു വാ പുണ്ണി. എന്റെ പറ്റു കൊടുക്ക് സന്തോഷേട്ടാ. എന്നാ നീ ആദ്യം തരാനുള്ള പൈസ അങ്ങ് തന്നേച്ചു. ഈ കാര്യത്തിൽ ഞാൻ സന്തോഷേട്ടന്റെ കൂടെയാ. ഒരിക്കലും എന്റെ തന്ത എനിക്കിട്ടൊന്നും ഉണ്ടാക്കിയതാ. കോവിഡ് മരണത്തിന്റെ കാലൊച്ചയാണ് എവിടെയും. എന്താ സൈക്കൂട്ടാ, നീ സ്കൂളിൽ പോയില്ലേ? എന്താ നിന്റെ കയ്യില്? രാജ്യത്തിന്റെ അതിർത്തിയിൽ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള അവൻ ലോട്ടറി വിൽക്കാൻ നടക്ക വിശ്വട്ടാ. അവനൊരു നേരത്തെ ഭക്ഷണം കടം ചോദിച്ചതിന് ഈ സന്തോഷേട്ടൻ പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. താനൊക്കെ ഒരു മനുഷ്യനാണോ സന്തോഷേ? ഒന്നുമില്ലൊക്കെ സുരേന്ദ്രന്റെ ചങ്ങാതിയില്ല താൻ. മരിക്കുന്നതിന് മുമ്പ് അയാളുടെ കട തന്റെ പേരിൽ എഴുതി തന്നു. നല്ല ചങ്ങാതി, അല്പം ദയ കാണിച്ചുള്ളൂ. തരാനുള്ള എടുത്തിട്ട് ഇവനുള്ള സാധനം കൊടുക്ക്. ഹലോ, ഇതെന്തൊരു തരം സ്നേഹമാണോ എന്തോ. നാട്ടുകാർക്ക് പറഞ്ഞു നടക്കാൻ ഇതൊക്കെ ധാരാളം. സന്തോഷേട്ടാ, ഞാൻ പോണു. ഉത്സവ കമ്മിറ്റി ഉണ്ടേ, അങ്ങോട്ട് എത്തിയേക്കണേ. 2020 മാർച്ച് 25 ലോട്ടറി കച്ചവടം ഇനി വേണ്ട. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. നാളെ നമുക്ക് നീ സ്കൂളിൽ പോണേ. എന്നാ ശരി കേട്ടാ. സാരടാ പോ. ജ്വല്ലറിയിലോ വസ്ത്രവ്യാപാരശാലയിലോ മൊബൈൽ ഷോപ്പിലോ അല്ല, മറിച്ച് ഇതുപോലൊരു ഉത്സവത്തിന്റെ തലേന്നാ സുരേന്ദ്രൻ. എന്താ വിശ്വട്ടാ? ഒന്നുമില്ലടാ. ആ വിശ്വട്ടാ, പറയാൻ മറന്നു. ഹരിയേട്ടൻ കുടുംബം നാട്ടിലുണ്ടെന്ന്. ആ, നിന്നോടാരാ പറഞ്ഞേ? ആദ്യം രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട്. അവൻ പറഞ്ഞതാ. നമ്മുടെ വിശപ്പകറ്റാൻ അല്ല, നമുക്ക് അവിടെ ഒന്ന് പോയാലോ? ഇതിഹാസം തീർക്കുന്ന കർഷകൻ സർവാധരണീയനാകുന്നത്. എന്താ വിശ്വട്ടാ ആലോചിക്കണേ? എത്ര നാളായി അറിയോ ഹരിയേട്ടനെ കണ്ടിട്ട്? കൃഷി വകുപ്പ് മുൻ മന്ത്രി ഒരു കാര്യം ചെയ്യാം, നീ കയറി, നമുക്ക് പോവാം. കേരളത്തെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും
ഇവിടെയാണല്ലേ പപ്പ ഫസ്റ്റ് ടൈം ഭദ്രയെ മീറ്റ് ചെയ്ത സ്ഥലം? ഭദ്ര എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക പപ്പ? അറിയില്ല മോളെ. ഒന്ന് പതുക്കെ കണക്ക് ഭദ്രേ, എനിക്ക് വയ്യാണ്ടായി. പിന്നെ ഇന്നലെ കാവിൽ നീ രാത്രി പാടിയ സർപ്പപ്പാട്ട് നന്നായിരുന്നു. എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുണ്ട്. നാളെ അമ്പലക്കുളത്തിൻ്റെ അവിടെ ഉണ്ടാവും ഞാൻ. ഭദ്ര അങ്ങോട്ട് വരണം. വരില്ലേ? വിഷമിക്കണ്ട പപ്പ, നമുക്ക് കണ്ടുപിടിക്കാന്നേ. അല്ല, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് പോണ്ടേ? നമ്മൾ തറവാട്ട് ചെന്നിട്ട് വേണം അച്ഛനും വലിയച്ഛനും വെല്ലൂർ മനയെ പോവാൻ. വെല്ലൂർ മനയോ? അല്ല, വെള്ളടിക്കാവിൽ ഉണ്ണിപ്പണിക്കരുടെ അടുത്ത് പോകണമെന്ന് ഉദ്ദേശിച്ചത്. എന്തൊക്കെയായാലും ഇടയ്ക്ക് പഴയ ചരിത്രങ്ങളിലേക്കൊക്കെ ഒന്ന് മനസ്സ് പാളും. നീ അബദ്ധത്തിൽ പറഞ്ഞാണെങ്കിലും വെല്ലൂർ മനാന്ന് കേട്ടപ്പോ എന്റെ മനസ്സൊന്ന് പാളി. എന്തിനാപ്പാ? ഇരുന്തലക്കൂട്ടത്തിലെ പ്രധാന കണ്ണികളുടെ തറവാടാത്. ഒറ്റ രാത്രി കൊണ്ട വംശം മുഴുവൻ നശിച്ചു പോയത്. അന്ന് മുതലാ നാട് ശാന്തായത്. ഇതൊക്കെ പറഞ്ഞു കേട്ട കഥകളാട്ടോ. എടാ, നീ വണ്ടി എടുക്ക്. വാ. എടാ ചക്ക, മതി കളിച്ചത്, ഇങ്ങോട്ട് ഇറങ്ങ്. പാടൊക്കെ കയറി വരാൻ മാറിയല്ല. നിങ്ങൾ അകത്തേക്ക് നടന്നോ, ഞാൻ ലഗേജ് എടുത്തു വരാം. ഹരിയേട്ടാ. ആ വിശ്വ, എന്താ അവിടെ? ഫോൺ ഇങ്ങോട്ട് താ, ഞാൻ പിടിക്കാം. വാടാ. വിശ്വ, നിനക്കൊരു മാറ്റില്ലടാ, പഴയ പോലെ തന്നെ. ഏട്ടൻ ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. മനസ്സിലാഞ്ഞിട്ടല്ലടാ. അച്ഛൻ വരണ്ടെന്ന് പറയുമ്പോ പിന്നെ എങ്ങനെയാ? വരണ്ടെന്നോ? അതെന്തിന്? ഹരി, നീ വാ, ബാക്കി അകത്തിരുന്ന് സംസാരിക്കാം. വാ. ഇല്ല ഏട്ടാ, എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല. അതെന്താ? നിങ്ങളൊക്കെ പോയതിന് ശേഷം ഞാനീ പടിക്ക് പുറത്താ. പടിക്ക് പുറത്തോ? മനസ്സിലായില്ല. അതൊക്കെ കുറെ പറയാനുണ്ട്. നിങ്ങൾ ചെല്ല്, നമുക്ക് രാത്രി കാണാം. ഏട്ടൻ പോയി വാ. മക്കളെ വാ. ഉണ്ട ചോര നന്ദി കാണിക്കാത്ത നായ്ക്കൾ ഒരുപാട് പുറത്തുണ്ടാവും. നീ പോയി അച്ഛനും അമ്മയും കാണേ. മക്കള് ചെല്ലേ, മുത്തച്ഛനടുത്ത് ചെല്ലേ. മക്കളെ കാണാൻ ഇന്നലെ മുതൽ ഒരാളെ അകത്ത് കാത്തിരിപ്പുണ്ട്. ഒന്ന് വീണു. ചെല്ല്, മക്കൾ ചെന്ന് കാണ്. ഹരി, യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു അച്ഛാ. ചെല്ല്, അമ്മയെ ചെന്ന് കാണ്. എന്ത് വർത്താനാ പറയുന്നത്? നമ്മളെല്ലാരും കൂടി തീരുമാനിച്ചതല്ലേ ഇത്? ആരും ബഹളം വെക്കണ്ട. തീരുമാനം ശ്രീധരേട്ടൻ പറയും. അങ്ങനെ ആരുടെ വായ മൂടി കെട്ടാൻ നോക്കല്ലേ പ്രതീക്ഷ. ഈ നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്ത് അന്വേഷണം അവിടെ നടന്നിട്ടുള്ളത്? ഇനി നമ്മളെ സുരേന്ദ്രേട്ടൻ്റെ കാര്യം ഈ പുരുഷോത്തമൻ സാറല്ലേ അന്വേഷിച്ച്? എന്നിട്ട് എന്തായി? അത് ആത്മഹത്യയാക്കി മാറ്റി. ഈ സുനിലിന്റെ കൊച്ചിന്റെ കാര്യം എന്തായി? ഈ നാടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സൈമൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. നിർത്തണ, നീയാണോ ഇതൊക്കെ പറയാൻ? ചങ്ങലടിച്ചു പോയ നായ്ക്കൾക്ക് കുരക്കണ സ്ഥലം ഇത്. ഇവൻ മറ്റവരോട് ചോദിക്കുന്ന ചോദ്യം എന്നോട് ചോദിക്കട്ടെ? നിനക്ക് പറഞ്ഞാൽ എനിക്ക് സൗകര്യമില്ല. നായുടെ കടി കൊള്ളാൻ നോക്കിയ എല്ലാവർക്കും നല്ലത്. വിശ്വ, കാര്യങ്ങൾ വളച്ചൊടിച്ച് നീ സീനാക്കല്ലേ. നിന്നെ ആരും സപ്പോർട്ട് ഉണ്ടാവില്ല അവിടെ. വിശ്വട്ടാ, എന്താ ഈ കാര്യങ്ങള്? നീ കൂടെ ചെല്ല്. എന്താ? നീ കൂടി ചെല്ല്. ചെല്ല്.
എടി എന്താടി ഇത്, മുടിയൊക്കെ പോയല്ലോ. നിങ്ങളവിടെ പോയാൽ എണ്ണത്തേക്കും കൂലിയൊന്നും ഇല്ല അല്ലേ? അമ്മേ, ഞാനൊന്ന് അമ്പലത്തിൽ പോയി വരാം. ഈ രാത്രിയിൽ പോണ്ട മോനെ. കമ്മിറ്റി മീറ്റിംഗ് നടക്കല്ലേ, എല്ലാരും ഒന്ന് കാണാലോ. ഞാൻ വേഗം എത്തിയേക്കാം. ഡാ കണ്ണ. ചേച്ചി, ഞാൻ ഫോൺ വന്നിട്ട് തരാട്ടോ. അച്ഛാ, ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം. ഹരേ, രാത്രി യാത്ര വേണ്ട. പഴയ നെല്ലിമംഗലല്ലേ ഇത്. അച്ഛാ, ഞങ്ങൾക്ക് ബൈക്കിൽ 2 റൗണ്ട് കറങ്ങിയാലേ ഉറക്കം വരും. അല്ലടാ കണ്ണ? ഞങ്ങൾ വേഗം വരാം. പോവാം നമുക്ക് കണ്ണ. ഹരേ, കോവിലകം വഴി പോണ്ട. ഇവിടെ എല്ലാരും എങ്കിലും എന്തോ മറച്ചു വെക്കുന്നുണ്ട്. നീ തെക്കേടുത്ത സന്തതി സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു, പറ്റിയില്ല. പൊയ്ക്കോ, അവള് പോയി. തിരിച്ചു വന്നിട്ടുണ്ട് അവള്. പൊയ്ക്കോ. തെക്കേടുത്ത സന്തതി പരമ്പരയുടെ ഒരു കണിക പോലും അവള് ബാക്കി വെക്കില്ല. പൊക്കോ. നാശകാലേ വിപരീത ബുദ്ധി. നീ എന്താണ് അവിടെ? ഞാൻ വിശ്വനെ കാണാമെന്ന കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ കേട്ടു. വിശ്വേട്ടൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ അച്ഛൻ എന്താ പറ്റി? ഞാനും നിൻ്റെ അച്ഛനും നല്ല കൂട്ടുകാരായിരുന്നു. നിൻ്റെ അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് എൻ്റെ അച്ഛനാണ്. പിന്നെ നീയുണ്ടായി. പക്ഷേ ഇതിനിടയ്ക്ക് എന്താണെന്നറിയില്ല, നിൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു. ആൾ നന്നായി മദ്യപിക്കാൻ തുടങ്ങി, വീട്ടിൽ വരാതായി. 5 വർഷം മുമ്പ് ഒരു ഉത്സവത്തലേന്ന് കമ്മിറ്റി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ വിശ്വ, തെറ്റ് പറ്റിപ്പോയടാ. ഒരു മനസ്സമാധാനം കിട്ടാൻ ഇതൊക്കെയുള്ള വഴി. സുരേന്ദ്ര വന്ന് വണ്ടി കയറ്. സുരേന്ദ്ര വീട്ടിൽ കുട്ടിയും ഭാര്യകളിലാണ്. ഞാൻ കൊണ്ടാക്കി തരാം. വണ്ടി കയറ്, കയറ്. ഞാനല്ലേ പറയുന്നത്. പറക്കും തളിക്ക്. നീ പറഞ്ഞ ഞാൻ ചെയ്യും വിശ്വ. കാരണം മനസ്സറിഞ്ഞ് കൂടുന്നത് നീയാ. ഇനി ഞാൻ ചത്തുപോയാലും എന്റെ കുടുംബത്തിന് നീയെ കാണൂ. ചത്താലും മറക്കൂടാ ഞാന്. നീ അടങ്ങി മര്യാദക്ക് പിടിക്കൂടെ. വിട്. വിശ്വ വിശ്വ, വണ്ടി നിർത്തടാ. വണ്ടി നിർത്തടാ. ഞാൻ ഇവിടുന്ന് നടന്നു പോയിക്കൊണ്ട് നീ പോക്കോ. എനിക്ക് ഒരാളോട് ചെയ്ത തെറ്റിന് മാപ്പ് പറയാനുണ്ട്. ഈ നട്ടപ്പാതിരിക്ക് എന്നെ പറയണ എനിക്ക്. നീ പോടാ. പോടാ. വീട്ടിൽ നിന്റെ ഭാര്യയും കുട്ടിയും നീ കേറ്. നീ പോടാ. നീ പൊക്കോ, ഞാൻ പൊക്കോളാ. നീ പോടാ. മാപ്പ് നൽകൂ മഹാമുനെ. മാപ്പ് പറയാൻ പോണു. പേടി നടന്നിട്ട് കാര്യമില്ല. അവന്റെ വിധി നാളത്തെ സൂര്യോദയത്തിൽ ഈ ഗ്രാമം അറിയും. വന്നത് എവിടെയെന്നോ അവിടേക്ക് മടങ്ങിക്കോ. പോയിക്കോ, പോയിക്കോ. ഓരോ അവതാരങ്ങൾ. വിശ്വേട്ടാ, എൻ്റെ അച്ഛനെ പിന്നെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്.
ഒരിക്കൽ. വിശ്വട്ടാ നമുക്ക് ആ ഭാഗം ഒന്ന് ശരിയാക്കിയാലോ? ആ ഏകദേശം ആ ഏരിയയിലൊക്കെ ആയിട്ട് നമുക്ക്. ഇതെന്താ അവിടെ ഒരു ആൾക്കൂട്ടം? വാ വാ വാ. ദൈവമേ, കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ആരാ? നമ്മള് സുരേന്ദ്രനല്ലടാ. വിശ്വട്ടാ, ഇന്നലെ രാത്രി കൂടി കണ്ടതല്ലേ? എന്നിട്ട് നീ എന്താ മോളെ ആലോചിക്കുന്നത്? നിനക്കും കൂടി പപ്പയുടെ കൂടെ അമ്പലത്തിൽ പോവായിരുന്നില്ലേ? എനിക്ക് മുത്തശ്ശിയോടൊന്ന് തനിച്ച് സംസാരിക്കണമായിരുന്നു. അതാ ഞാൻ പിന്നെ പോവാതിരുന്നത്. നിനക്കോ? എന്നോടോ? എന്താ കുട്ടി സംസാരിക്കുള്ളത്? എനിക്ക് സത്യം അറിയണം മുത്തശ്ശി. മുത്തശ്ശി പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു നാഗദൈവങ്ങളെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയൊരു പെൺകുട്ടിയില്ലേ, ഭദ്ര? അവളെക്കുറിച്ച് എനിക്ക് മുഴുവൻ അറിയണം. സത്യം പറയാൻ വിലക്കുണ്ട് മോളെ. എത്ര മൂടി വെച്ച് കഴിഞ്ഞാലും സത്യം ഒരു നാൾ പുറത്തു വരും. ഈ പയ്യനാരാ? ഇവനെ മനസ്സിലായില്ല. ഇത് നമ്മളെ സുരേന്ദ്രന്റെ മോൻ. സുരേന്ദ്രന്റെ മോനോ? ആ, ശ്രീഹരി. എന്നിട്ട് സുരേന്ദ്രൻ എവിടെ? ഏയ് വാസുട്ടാ, എവിടേക്കാ? ഹലോ സന്തോഷേ, എപ്പോ എത്തി? ഞാൻ ഇന്നെത്തിയടാ. ആ നീ കയറിയടാ. നീ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിലേക്ക് കേട്ടോ. പിന്നെ ഈ രാത്രി അമ്മ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ. ശരി, ഓക്കെ. എന്താ സാറേ? എന്താ സാറേ വിളിച്ച്? നിനക്ക് എന്താ അറിയണ്ടത്? നീ കുറെ കാലങ്ങൾ ഉണ്ടാക്കുന്ന തുടങ്ങിയിട്ട്. എടാ, ചില കാര്യങ്ങൾ രഹസ്യമായിരിക്കണം. അതാ പലർക്കും നല്ലത്. നീയും നിന്റെ കൂട്ടുകാരും ഈ ഗ്രാമത്തിലുള്ളവരെ പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ടല്ലോ. സുരേന്ദ്രന്റെയും സ്റ്റീഫന്റെയും മരണം ദുരൂഹതയാണെന്നല്ലേ? എങ്കിലൊരു കാര്യം കേട്ടോ നീ. ഉത്സവത്തലേന്ന് ഈ കുളത്തിന്റെ കരയിൽ ശവങ്ങൾ പൊന്നുന്നെന്നാണല്ലോ ഈ നാടിന്റെ ശാപം. എങ്കിൽ ഇന്നും ഇവിടെ ഈ കുളത്തിൽ ശവം പൊന്നണല്ലോ. ഇന്ന് ഈ രാത്രി ഞാൻ പുരുഷോത്തമൻ ഈ കുളത്തിന് കാവൽ നിൽക്കും. നിന്റെയൊക്കെ വാക്ക് വിശ്വസിക്കാൻ കാത്തു നിൽക്കുന്നവർ അതങ്ങ് മറക്കും. ഒരുമിച്ച് പോയാലോ? എന്നാ ശരി, അരി ചെല്ലേ. വിശ്വ, ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ? എന്തൊക്കെയോ നീ എന്നിൽ നിന്ന് മറിക്കുന്ന പോലെ. എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഏട്ടാ. എന്തായാലും നാളെ രാവിലെ വരെ ഒന്ന് സമയം തരുന്നുണ്ട്. കണ്ണാ, കണ്ണാ, എന്ത് വിഷയം? കണ്ണനെ നീ കണ്ടോ? എവിടെ? അതാ നീ ആ ഭാഗത്തൊന്നും നോക്കി. ഇവിടെ ഉണ്ടായിരുന്നേ. ഈ കുട്ടി എവിടെ? കണ്ണാ, കണ്ണാ. വർഷങ്ങളോളം പഴക്കണ്ട് ഇവിടെ നടന്ന ഓരോ കഥകൾക്കും. ഉത്സവ ദിനത്തിൽ മരണപ്പെടുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം. വർഷങ്ങളായി ദുർമരണങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഉത്സവമൊക്കെ വെറും ചടങ്ങ് മാത്രമായി. വർഷാവർഷം നടന്നിരുന്ന പൂജയും എല്ലാം ഇപ്പം 5 വർഷം കൂടുമ്പോഴേ നടക്കുന്നുള്ളൂ. പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശ്രീധരൻ്റെ ഒരു ചങ്ങാതി ജോർജിൻ്റെ മകൻ സൈമൺ ഇവിടെ ഈ ഗ്രാമത്തിൽ വന്നു ഉത്സവത്തലേന്ന്. എന്നിട്ട്
ആരാ ആരെ കാണാനാ? ഞാൻ തെക്കേടത്തെ ശ്രീധരാട്ടന്റെ വീട്ടിലേക്ക് ഉത്സവം കൂടാൻ വന്നാ. ശ്രീധരനോ? ആ ശ്രീധരാട്ടെ. ശ്രീധരാട്ടന്റെ വീടിന്റെ വഴി അറിയോ? ഇതെങ്ങനെ പോയാ മതി മോനെ. സമയായി കേട്ടോ. എന്നാ ശരി. വണ്ടി കേടായി. ഇയാൾക്ക് പ്രാന്താണ്. എന്തൊരു ജീവി ഇത്, മനുഷ്യനെ പേടിപ്പിക്കാൻ. മെക്കാനിക്കിനെ കിട്ടാൻ എന്താ വഴി? വിശ്വാസിനെ വെച്ച് വിളിച്ചിട്ട് കിട്ടണൂല്ല. കുളത്തിൽ ചാടി തത്താലും മോളെ 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 നിനക്ക് അറിയണേ? അച്ഛനെ കാണാനില്ല. അച്ഛൻ ഇവിടെ എത്തിയിട്ട് അങ്ങോട്ട് പോയി. അച്ഛൻ അമ്പലത്തിൽ പോയടാ. മോൾക്ക് വീട് അറിയോ എവിടെയാന്ന്? അറിയാ. ചേട്ടൻ കൊണ്ടാക്കിയാ? എന്നാ പോവല്ലേ നമുക്ക്? വിളക്കൊക്കെ ഉണ്ടല്ലേ. വഴിയൊക്കെ അറിയോ? ഇരുട്ടാണല്ലോ. പേടിയില്ല. ഇവിടെ തെളിച്ചൊന്നും ഇല്ലാത്ത പൂവൊക്കെ. ഒറ്റയ്ക്ക് നിൽക്കാറുന്നു റോട്ടില്. നന്ദിയുണ്ട് തമ്പ്രാനെ. ഉത്സവം കാണാൻ കൊണ്ടുപോയതാ, പക്ഷെ കൂട്ടം തെറ്റിപ്പോയി. ശരി എന്നാട്ടാ, പോട്ടെ. കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? എൻ്റെ ഫ്രണ്ടാ. ഞാൻ എത്തിട്ടാ. അതെന്താ നിങ്ങൾ വിളിക്കാഞ്ഞേ? ഒരുപാട് നന്ദിണ്ടാ. അല്ലെങ്കിൽ ഈ സുന്ദരിക്കുട്ടീനെ എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. നിങ്ങളെവിടെയാ? വിശ്വാട്ടാ, എന്താ പറയാ, നിങ്ങളുടെ അവിടെ എങ്ങനെ ഒരാളുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. ഇതൊന്നും പറയാറുന്നില്ലേ? എന്റെ നാട്ടില് വന്ന് തന്തയില്ലായ്മ കാണിക്കല്ലേ. നീ ഇപ്പൊ ഏത് വീട്ടിലാന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. അതൊന്നും എനിക്കറിയില്ല. അമ്പലത്തിന്റെ അവിടെ നിന്ന് തെക്കേടത്തേക്ക് നീങ്ങിയിട്ടില്ലേ, തെക്ക് ഭാഗത്തേക്ക് നീങ്ങിയിട്ട് ഒരു വീട്ടിലാ. നീ അവിടെ നിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ആ അസുല്ലേ, നീ അപ്പടിനെ കൂട്ടി അടിച്ചല്ലേ? സമയം 10:30 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉഷാറാക്കാൻ കേട്ടോ. ആ പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ശരി വിശ്വട്ടെ, ഞാൻ വണ്ടി എടുത്തോട്ടെ. ഇല്ല, എന്താ സുരേന്ദ്ര അതൊക്കെ ഇപ്പൊ അത് വലിച്ചേരണം. മനസ്സിനൊരു സുഖല്ല.
നിങ്ങൾ വിട്ടോ, ഞാൻ കുളിച്ചിട്ട് അങ്ങോട്ട് വരാം. ഇതാ ആ കൊച്ചിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കേ. ആ ഇരുന്നോട്ടടാ, ഉത്സവമൊക്കെ അല്ലേ. ഓ നമുക്ക് വിട്ടാലോ ഇനി? പോവാം. വാ, നേരം കുറയില്ലേ. എന്റെ മക്കളൊരു തെറ്റ് ചെയ്യില്ല, അവര് വെറുതെ വിട്ടേക്കണം. എന്നെ എന്ത് വേണേലും ചെയ്തു. എന്റെ ഉപ്പും ചോറ് തിന്നിട്ട് എനിക്കവരെ കുറയ്ക്കുന്നോ? നിന്റെ മക്കളുടെ പടയുന്ന കാണോ നിനക്ക്? വാസുടാ, കൊല്ലല്ലേ കൊല്ലല്ലേ. എന്റെ അച്ഛനൊന്ന് ചെയ്യല്ലേ. നായ. സുരേന്ദ്ര, കേളാൻ കുരുന്നല്ലേ? കാളിയമ്മയ്ക്ക് കുരുതി കൊടുക്കാൻ ഇവിടെ ഭൈരവി കൊണ്ടു കൊടുക്ക്. ഞാൻ ചെയ്യില്ല, എന്നെ കൊണ്ടുപോയ. നിന്റെ 90 ദിവസം പ്രായമുള്ള കുരുന്ന് വീട്ടിലില്ലേ? അവനാണ്ട് വരുത്തിക്കണോ? വേണ്ട, എന്റെ മകനൊന്നും ചെയ്യരുത്. എന്നാ പോ, ഞാൻ ചെയ്യാം. ആ ചിരിക്കലടാ, തിരിച്ചു വരും ഞാൻ. നിങ്ങളുടെയൊക്കെ സന്തതി പരമ്പര എന്റെ അടിവേര് പിഴുതെടുത്തിട്ട് ഭദ്രയും മണ്ണ് വിട്ടു പോകൂ. ഞാൻ ആരാധിക്കുന്ന നാഗദൈവങ്ങളാണ് സത്യം. ഇത് ഭദ്രയുടെ ശപഥ. ഞാൻ അവിടെ പെട്ടു വിശേട്ടാ, ഒന്ന് രക്ഷപ്പെടുത്തു വിശേട്ടാ. എടാ, നീ എവിടെയാണ്? ഞാൻ ഇവിടെ ആകെ തെരഞ്ഞു. നീ പറഞ്ഞ പോലെ ഒരു വീടും ഇല്ല, ഒന്നുമില്ല ഇവിടെ. ഇവിടെ വെറും ഒഴിഞ്ഞ പറമ്പ് മാത്രം. രക്ഷപ്പെടുത്തു വിശേട്ടാ. എടാ, നീ പറഞ്ഞ സ്ഥലത്തുണ്ട് ഞാൻ. എന്റെ മുമ്പിൽ വെറും ഒഴിഞ്ഞ പറമ്പ് മാത്രമേ ഉള്ളൂ. നീ എവിടെയത്? വിശേട്ടാ, വിശേട്ടാ, ഞാൻ അവിടെ ഉണ്ട്. വിശേട്ടാ, വിശേട്ടാ. ലക്ഷ്മി, ഞാൻ ഇറങ്ങുക. വൈകും, കാത്തിരിക്കണ്ട. ഈ അസമയത്ത് തന്നെ വേണോ ഈ നാടിന്റെ ചരിത്രം വിളമ്പാൻ? എന്നെ മാട്ട സാധനമാടാ അത്. എൻ്റെ കയ്യിലുള്ളതിന് ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ. ടച്ചിങ്സ് ഒന്നും ഇല്ലടോ. ഇതന്നെ കിട്ടിയത് ഭയങ്കര ഭാഗ്യ. ആ സാർ, ഞാനിപ്പെത്താം. ശരി, ഞാൻ പോവാണേ. പേപ്പട്ടിയെ തല്ലിക്കൊല്ലും പോലെയല്ലേ തല്ലിക്കൊന്ന്. മുഖമൊക്കെ പാറക്കല്ലുകൊണ്ട് സഹിക്കാൻ പറ്റില്ല. എന്തായാലും ഭദ്രല്ല അത്. താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് താൻ അനുഭവിച്ചിടണം.
ചത്ത് പോട്ടേന്ന് അതോടങ്ങ് തീർന്നല്ലോ. എന്നാ ഒഴിക്കേ. ചേച്ചി, ഇവിടെ ആരും ഇല്ലേ? എത്ര ഉണ്ട്? ഇനി അവള് നോക്കിക്കോളും. സുനിൽ, നീ കണ്ടോ? പ്രതീക്ഷ കണ്ടോ? കണ്ണോ? രുധിരം തേടും സഞ്ചാരിണി സഞ്ചാരിണി. പപ്പാ, ഭദ്ര, ഇതായിരിക്കോ ഭദ്ര? വലിയ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു അല്ലേ? ആ ഹരി, എന്താടാ ആ സമയത്ത് ഒരു ഫോൺ വിളി? കണ്ണനെ കാണാനില്ല. എന്ത് കാണാനില്ലെന്നോ?
പ്രതീക്ഷ വണ്ടി സൈഡാക്ക്. ഞാൻ വീട്ടിലെത്തുമ്പോ അവരുണ്ടായിരിക്കണം, മനസ്സിലായോ? അന്വേഷിക്കുന്നുണ്ട് അച്ഛാ. ഇവിടെ ഇവിടെ എല്ലാരും കൂടെ ഉണ്ട്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ രാത്രി യാത്ര വേണ്ടാന്ന്. എവിടുന്ന വെച്ചാൽ അവൾ തെരഞ്ഞു പിടിച്ച് വീട്ടിലേക്ക് വാ, മനസ്സിലായോ? എന്താ വലിച്ച പ്രശ്നം? നിനക്കെന്താ ചെവിടി വെക്കില്ലേ? ഞാൻ പറയുന്നത് കേൾക്കില്ലേ നീ? കണ്ണനെ കാണാനില്ലാന്ന്. വലിച്ച വെറുതെ ടെൻഷൻ അടിക്കണ്ട. അവൻ അവിടെ ഉത്സവ പറമ്പിൽ എവിടെങ്കിലും കാണും. ഞാനേ ആ ശ്രീധരൻ വിളിക്കട്ടെ. മാറി ഇത് ഇവിടെ പോയി കിടക്കുക. വിളിച്ചാലും ഫോൺ എടുക്കില്ല. രാവിലെ ഇറങ്ങിപ്പോയ ശേഷം 3 പ്രാവശ്യം വിളിച്ചു ഞാൻ, ഫോൺ എടുക്കുന്നില്ല. മാറി രാവിലത്തെ മീറ്റിംഗിന് ശേഷം ഞാനും കണ്ടിട്ടില്ല. സംസാരിക്കണം. ഹലോ പ്രജീഷേ, ഫോൺ അച്ഛനോട്. എനിക്ക് നിന്നോടല്ല സംസാരിക്കാനുള്ളത്. അച്ഛനോടെ സംസാരിക്കും. പറ. നിങ്ങൾ ഒറ്റൊരുത്തനാണ് ഈ നാട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. എത്ര ശവം കണ്ടാലും നിങ്ങൾക്ക് മതിയാവുക? ആരെ ഭദ്ര? എന്താ നിങ്ങളോട് തമ്മിലുള്ള ബന്ധം? എനിക്കതാവല്ലേ പറ്റൂ. പറയുന്നുണ്ടോ നിങ്ങൾ? ഭദ്ര അവള് ചിരിക്കലടാ. തിരിച്ചു വരും ഞാൻ. നിങ്ങളുടെയൊക്കെ സന്തതി പരമ്പര എന്റെ അടിവേര് പിഴുതെടുത്തിട്ട് ഭദ്രയും മണ്ണ് വിട്ടു പോകൂ. ഞാൻ ആരാധിക്കുന്ന നാഗദൈവങ്ങളാണ് സത്യം. ഇത് ഭദ്രയുടെ ശപഥ. അവള്